അത്രേ ഉള്ളൂ. ഞമ്മക്ക് തലന്റെ ഉള്ളിൽ ബുദ്ധി ഉണ്ടോ? വാപ്പനോട് പറയണം പോണേ, അതേ ഉള്ളൂ പ്രധാനം. ഉമ്മാനോടും പറയണം, ഉമ്മ ഞാൻ പോവുകയാണ്, അടുത്ത വ്യാഴാഴ്ചയാണ് പോവുക, വാപ്പ പോവുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ ഇട്ട് പോവുകയല്ല, കുടുംബം കഴിഞ്ഞുകൊണ്ടിരുത്തി പോവുകയാണ്. അതാണ് ഇത്. വാപ്പി കൂടി അറിയേണ്ട, ഞാൻ വലിയൻ്റെ അടുത്ത് ഇത് മൂപ്പരോട് നേരം ചോദിച്ചാൽ പോവുക, മൂപ്പരെ നേരം തന്നെ അറിയായിട്ട് അവിടെ കുത്തിർക്കണേ. അത് വിവരമുണ്ട് നിങ്ങൾക്ക്? സുഹൃത്തെ, കുറ്റപ്പെടുത്തല്ല. ഇസ്ലാമികമായി ഈമാനോടുകൂടി ജീവിക്കുന്ന നല്ല മനുഷ്യന്മാർ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അവരാളുകളെ ബുദ്ധിമുട്ടിക്കൂല, നേരം പറഞ്ഞു കൊടുത്ത് ഇറങ്ങാറാക്കൂല, കഷ്ടപ്പെടുത്തൂല. അവരോട് പറയും, മോനെ എന്തേ, ഞാൻ യാത്ര പോവുകയാണ്. അപ്പൊ ഒരു പണ്ഡിതനാവും അദ്ദേഹം പറഞ്ഞു തരും. പോണ സമയത്ത് പ്രാർത്ഥിച്ചിറങ്ങണം, പിന്നെ ഫ്ലൈറ്റ് കയറിയാൽ പ്രാർത്ഥിക്കണം, ഇവിടുന്നാണ് പോകുമ്പോൾ 5 മണിക്കൂറുണ്ട് അല്ലെങ്കിൽ 4.5 മണിക്കൂറുണ്ട്, ഇജ് എപ്പോഴാണ് കയറുന്നത്? 12:30 കേൾക്കാറല്ലേ? അപ്പം എൻ്റെ ലുഹർ നിസ്കാരം ഉണ്ടാവും, 12:35 ബാങ്ക് കൊടുക്കുക. അപ്പം ഇജ് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഒന്നൊക്കെ ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ഇരുന്ന് നിസ്കരിക്കണം. അങ്ങനെ അവിടെ എത്തിയാൽ ചെന്നിറങ്ങി അവിടെ റൂമിൽ എത്തുമ്പോൾ പ്രാർത്ഥിക്കണം, ഏത് സമയത്തും പ്രാർത്ഥിക്കണം. അതാണ് നല്ല പണ്ഡിതന്മാരായ ഔലിയാക്കളുടെ ലക്ഷണമാണ്. അല്ല ഞങ്ങൾക്ക് എന്താ തരണ്ടേ? എനിക്കൊന്നും തരണ്ട മോനെ, ഈ അമ്മക്കും വേണ്ടി ദ്വേർന്നാൽ മതി. മറ്റേതോ എന്തേ, ഞാൻ ഗൾഫ് എത്രയ്ക്ക് കൊടുക്കണേ? 500. മനസ്സിലായിക്കളി, വേറൊന്നും ആലോചിച്ചണ്ട. അതാണ് ഞാൻ പറഞ്ഞു, 2 മനുഷ്യന്മാർ, ഒന്ന് ഈമാനും ഇഖ്ലാസുമുള്ള പണ്ഡിതന്മാർ, ഉസ്താദുമാർ, പള്ളിയിലെ ഖാദിമാർ, അവരൊക്കെ നമ്മളുടെ കാര്യത്തിൽ ഇടപെടുന്നവരാ. അവരൊക്കെ അറിയിക്കും, എന്തിനാ ഞാൻ പോവുകയാണ്, അടുത്ത വെള്ളിയാഴ്ച ഞാൻ ജുമാക്കെത്താൻ ഉണ്ടാവില്ല, ഞാൻ ഇൻഷാ അല്ലാഹ് യാത്ര പോവുകയാണ്. അപ്പോൾ പുറത്ത് കൊട്ടിയിട്ട് അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക ഒക്കെ പ്രാർത്ഥിച്ച്, ഇനി അവിടെ ചെന്നാലും മോനെ ഒറ്റക്ക് റൂമിലായാലും മോശം ചെയ്യരുത് കേട്ടോ, 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ കുട്ടികളും മക്കളൊക്കെ ഇവിടെ ഉണ്ടാവും, ഐറ്റക്കൊക്കെ മനസ്സോട് കൂടി നടക്കാൻ കഴിയണം, ബാപ്പാക്ക് അസുഖം വന്നാൽ ഇവിടെ എത്തണം. അതാണ് നല്ലൊരു ഉസ്താദിൻ്റെ, നല്ല ഖാദിയുടെ ലക്ഷണം. ഞാനല്ല എന്ന് പറഞ്ഞു ഇല്ല. ഇത് ചെലവ് കഴിഞ്ഞുകൂടാ. ചിലരുണ്ട് ഇസ്മിൻ്റെ പണി. എന്താ മൂപ്പർക്ക് പണി? ഇസ്മിന്റെ പണി. ഇസ്മ പറഞ്ഞാൽ എന്താ? പേര്. ഇസ്മിന്റെ പണി പറഞ്ഞാലോ പേരിനൊരു പണി. വേറെന്ത് എന്നാലും ഉടുക്കുന്ന അതിന്റെ അർത്ഥം. കുറ്റപ്പെടുത്തല്ല, ചീത്ത പറയല്ല. ഒരു പണ്ഡിതനെയും ചീത്ത പറയാൻ ഞാൻ എൻ്റെ നാവ് ഉപയോഗിക്കൂല. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അതുകൊണ്ട് ശിക്ഷ ലഭിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള ചൂഷകൾക്കെതിരെ ഇസ്ലാഹി പ്രസ്ഥാനം ശബ്ദിക്കും. സുഹൃത്തെ, അവിടെ ഒന്നും പോണ്ട. രോഗബാധിതയായി കിടക്കുന്ന വല്യമ്മാന്റെ അടുത്ത് പോവുക, എന്നിട്ട് പറയാ വല്യമ്മ, കൈ പിടിച്ചിട്ട് പറയാ വല്യമ്മ പോവുകയാണ്. അതൊക്കെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ബർക്കത്ത് നമുക്ക് തരാൻ കാരണമാവും. ബർക്കത്ത് അവിടുന്ന് കിട്ടുകയല്ല, ബർക്കത്ത് ജാറത്തിൽ നിന്ന് കിട്ടണമല്ല, ബർക്കത്ത് 756 കിട്ടണമല്ല, മറിച്ച് അള്ളാഹുവിന്റെ നിയമത്തിൽ നമുക്ക് കിട്ടണതാ. അള്ളാഹു ബർക്കത്ത് മഴ പെയ്യിപ്പിക്കുക. കുഞ്ഞായി മുസ്ലിയാർ ഒരിക്കൽ ദർസ് കഴിഞ്ഞ് വരുമ്പോ കുറച്ച് നേരം വൈകി പെരു ഓട്ടം ഓടുമ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്താ കുഞ്ഞായക്കാരെ ഓടണേ? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, അള്ളാൻ്റെ ബർക്കത്തായ മഴ ഇങ്ങനെ പെയ്യ എട്ടി വിട്ടാൻ തോന്നില്ല, അതുകൊണ്ട് മണ്ടുക. ഒന്നുമില്ല, മുമ്പർക്ക് അതൊരു ബർക്കത്തായിട്ട് തോന്നി, അതോടുകൂടെ സ്പീഡ് കുറച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ നമുക്കത് തോന്നലില്ല, അള്ളാഹുവിൻ്റെ ബർക്കത്താൻ തോന്നില്ല. അതാണ് അള്ളാഹുവിൻ്റെ ബർക്കത്ത്. അപ്പോൾ ഇന്നാട്ടിലൊരു ജ്യോത്സ്യനോ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ, കൈരേഖ നോക്കുന്നവനോ, മുഖലക്ഷണം നോക്കുന്നവനോ, കീശയിലെ പോക്കറ്റിന്റെ വലുപ്പം നോക്കുന്നവനോ, അക്കൗണ്ടിന്റെ തുക നോക്കുന്നവനോ ആരായിരിക്കട്ടെ, അവൻ നമ്മുടെ നാടിൻ്റെ ശാപമാണ്. അല്ലേ? മുമ്പ് തന്നെ നമ്മളൊക്കെ കുറച്ച് മുമ്പ് ഒരു സംഭവമുണ്ടായി. ഒരു പ്രമുഖനായൊരു വ്യക്തി എല്ലാ തറവാടും കടന്ന് പരപ്പനങ്ങാടി ഗേറ്റും കടന്ന് പണിക്കരെടുത്ത് പോയി. സ്കൂള് ചൊവ്വാഴ്ച തുറക്കാൻ പറ്റുമോ പറ്റൂല എന്നറിയാം. ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ മതിയായിരുന്നു, ഓലെ അറിയാം ഈ ആഴ്ച കഴിഞ്ഞോട്ടെ, ക്രിക്കറ്റ് ഒന്നും കൂടി ഇതുപോൽക്ക് അതാ നേരമുള്ളൂ, ചൊവ്വാഴ്ച. അപ്പോഴും മുസ്ലിം സമൂഹം വിഷയാക്കിയ കാര്യങ്ങൾ ഈ കടവൊക്കെ കടന്ന് എന്തിനെ അദ്ദേഹം റെയിൽവേ ഗേറ്റും കടന്ന് എന്തിനെ ഇപ്പം പണിക്കരെടുത്തേക്ക് പോയി എന്നാ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ. അതല്ല, തങ്ങളെടുത്തായാലും പണിക്കരെടുത്തായാലും ഇസ്ലാമികമായി തെറ്റാണ്. നിങ്ങളെ വീട്ടിലേക്ക് ശങ്കരൻ കക്കാൻ വന്നു, പോടുന്നു. ശങ്കരൻ കക്കാൻ വരെ പിന്നെണ്ടൊരു കള്ളൻ വരുന്നു, കുഞ്ഞാമതാ പേര്, എന്നാ കട്ടോന്നറിയോ, രണ്ടും കള്ളനാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ കള്ളന്മാരാണെന്ന് ഞാൻ പറയില്ല, പറയാൻ എനിക്ക് അധികാരമില്ല, ആരും തന്നിട്ടില്ല, ആരും തരൂല. പക്ഷേ ഇത്തരത്തിൽ ആളുകളെ ചൂഷണം ചെയ്ത് കൈരേഖ നോക്കിക്കൊണ്ട് പറയുന്നവരില്ലേ,
കൈരേഖ നോക്കി ലക്ഷണം നോക്കി പറയുന്നവൻ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇവിടെ നിന്ന് ഈ മൈക്കിന്റെ ശബ്ദം കേൾക്കുന്ന വീട്ടിലിരിക്കുന്ന ഉമ്മമാരോട് സ്നേഹത്തോടുകൂടി പ്രസ്ഥാനത്തിന് ഇസ്ലാമിന് പറയാനുള്ളത്, കൈരേഖ നോക്കാൻ വരുന്നവർ സമീപിച്ചാൽ അവരോട് മറുപടി പറഞ്ഞ് തിരിച്ചയക്കാം. കഞ്ഞിൻ്റെ വെള്ളം വേണോ, കഞ്ഞി കുടിച്ചിടണോ, എന്നാ പണി നോക്കുക എന്നറിയാം. ആര് വന്നാലും, ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ, ആര് വന്നാലും പറയാം, ഭാവി അള്ളാന്റെ കയ്യിലാ സുഹൃത്തേ, അള്ളാഹുവിന്റെ കരത്തിലാണ് നമ്മുടെയൊക്കെ ഭാവി. ഒരാൾക്കും അതറിയില്ല. കൈ നീട്ടിയിട്ടാ എന്റെ ഭാവി എന്താണ്, എന്റെ ഭാവി എന്താ കൈ നീട്ടിയിട്ടാ പറയിപ്പിക്കണേ. രണ്ട് കയ്യുമില്ലാത്തവരൊരു ഭാവി ഇല്ല ഇവിടെ. ഓൻ്റെ അത്ര ഭാവി ഇല്ലവരാരാ ഇവിടെ സുഹൃത്തെ? ഇതിലൊന്നും ഇതൊക്കെ ഉമ്മാന്റെ പള്ളന്റെ ഉള്ളില് ചുരുട്ടി വെച്ചപ്പോ കുറച്ച് അടയാളം ഇതിൽ പതിഞ്ഞിക്കണ്. അല്ലാത്തൊരു ഭാവി ഇതിലൊന്നുമില്ല. അലല്ലാ, അള്ളാഹുവിന്റെ കിതാബിൽ, അള്ളാഹുവിന്റെ രേഖയിൽ നമ്മുടെ ഭാവി. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, മറഞ്ഞ കാര്യം അറിയാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അത് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഒരു വിരോധാണ്. എന്താ അറിയില്ലേ, എന്താ അല്ലാത്തവർക്ക് അറിയില്ലേ, അറിയില്ല. സുനാമി ദുരന്തം അത്രയും ഭീകര രൂപത്തിൽ കരയിലേക്ക് വന്നിട്ട് ആൾ ദൈവം പോലും കൊല്ലത്തുണ്ടായിരുന്നു. മഠത്തിൽ മുസ്ലിം സമൂഹത്തിൽ എത്ര തങ്ങന്മാരുണ്ട്, എല്ലാവരും ഉണ്ടായിട്ടും വരുമ്പോ അറിഞ്ഞു എന്നല്ലാതെ അറിയില്ല. അതെന്നെ നമ്മളും പറഞ്ഞത്, അറിയില്ല. ഇനി അറിയുന്നു പറയുന്നവരോട് ചോദിക്കട്ടെ, ഈ മനുഷ്യന്മാരെയൊക്കെ കൊന്നീന്റെ കുറ്റങ്ങക്ക എന്തേ അറിഞ്ഞിട്ടും ഉണ്ടായിനെ? നമ്മൾ ആദ്യം പറയാ അറിയില്ല. ഇത് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ സുഹൃത്തെ? അറിയില്ല. നമുക്ക് മറഞ്ഞ കാര്യം അറിയില്ല. ചിലത് അള്ളാഹു നമുക്ക് പ്രായം ചെന്നവർക്കൊക്കെ അറിയിച്ചു കൊടുക്കും. അതെന്താ അറിയോ? എന്താ? ഒരാദരവാ, ഒരു ബഹുമാനമാണ്. അത് നമ്മളെ കാര്യം നേടാനല്ല. ചിലപ്പോ കണ്ടില്ലേ ഉമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണ്, എന്തേ ഉമ്മ നിങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റിരിക്കണ്? ഒന്നുമില്ല. ഒന്നുമില്ല, ഒരു ക്ഷീണം പോലെ. നമ്മളെ മക്കളൊക്കെ അല്ലേ ഇവിടെ, എല്ലാവരും ഉണ്ടുമ്മ അവിടെ. പിന്നെന്തേ ഒന്നുമില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തോ പറ്റിയണോ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയണോ? അല്ല മങ്ങൾ കടന്നോളിമ്മ, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ വരും, റിയാദിലുള്ള 2ാമത്തെ മകന് അപകടം പറ്റിയിട്ടുണ്ടെന്നൊരു വിവരമുണ്ട്. ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ ഒരു ആദരവാ, ബഹുമാന. 5 നേരം നിസ്കരിച്ചണേ, ആളുകളെ പൈസ തിന്നാത്ത മഞ്ഞയായിട്ട് ജീവിക്കുന്ന ഒരു ഉമ്മാക്ക് അള്ളാഹിൻ്റെ ആദരവ് കൊടുക്കണം. അതില്ല എന്നല്ല പറഞ്ഞത്. ഈ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം ഈ പുകയൂരിലെ ആളുകൾക്ക് പഴകിയത് എന്തെങ്കിലും ഇതിന്ന് തോന്നുന്നുണ്ടോ? ഇല്ല സുഹൃത്തെ, തെറ്റായി മനസ്സിലാക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തെ നല്ലതാക്കാൻ മാത്രമേ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. മുസ്ലിം സമൂഹം രക്ഷപ്പെടണം. വിശ്വാസപരമായി രക്ഷപ്പെട്ടാൽ കുടുംബപരമായും കർമ്മപരമായും രക്ഷപ്പെടണം. പറഞ്ഞില്ലേ, സുന്നത്തുകളും ആചാരങ്ങളും കൃത്യമായി പാലിക്കുകയും സുന്നത്ത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. റസൂലിനെ സ്നേഹിക്കണം. ചിലർ പറയും റസൂലിനെ സ്നേഹമല്ല. നിങ്ങളിപ്പോൾ ഈ വേള് കേട്ടില്ലേ സുഹൃത്തുക്കളെ? കേട്ടില്ലേ? മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി കരീം, ആ റസൂലിന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ എവിടെയെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാതെ പോയിട്ടുണ്ടോ? നിങ്ങൾ പ്രവർത്തനത്തല്ലേ കാണേണ്ടത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പുകയൂരിൽ മൂപ്പര് പ്രത്യേകം ഒന്ന് പഠിച്ചു വന്നതേക്കാരം. നിങ്ങൾ എവിടെ കേൾക്കി? ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രാർത്ഥിക്കാത്തവനെ റസൂലുള്ള നമുക്കെതിരെ ശാപപ്രാർത്ഥന വരെ നടത്തിയിട്ടുണ്ട്. മനസ്സിലാക്കുന്നവരാ നമ്മള്. പിന്നെന്താ പറയുക, ആളെ തോൽപ്പിച്ചാൻ ചൊല്ലലില്ല. അതൊരു ശരിയാണ്. അങ്ങനെ ആകരുത്. അതെന്താ പറയുക, അങ്ങനെ ഒച്ചട്ടിട്ടാവണ്ടല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ തെറ്റ് തന്നെയാണ്, കുറ്റം തന്നെയാണ്, പാപമാണ്. അത് റസൂലിനെ അംഗീകരിക്കാത്ത തന്നെയാണ്, സുന്നത്തിന് ഇഷ്ടപ്പെടാത്ത തന്നെ, യാതൊരു സംശയമില്ല. പക്ഷെ അത് നിങ്ങൾ അങ്ങനെ ധരിച്ചു പോകരുത്. റസൂലിനെ സ്നേഹിക്കും. അസ്സലാമു അലൈക്കും എന്ന് കണ്ടാ പറയില്ലേ? അല്ലേ? താടി വെച്ചിട്ടില്ലേ? എന്തേ? ഒന്നുമില്ല. എത്ര ഇടങ്ങേറുണ്ട് ഇപ്പോഴത്തെ കാലത്തൊക്കെ. ഏതെങ്കിലും താടിച്ചോല് എവിടെയെങ്കിലും എന്തെങ്കിലും കാട്ടിയിട്ട് അതിനാലെ താടിച്ചോല മുഴുവൻ പിടിച്ചുകൊണ്ട് തെരഞ്ഞുകൊണ്ട് കിടക്കുക. അപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയും ഒന്നുമില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 1450 കൊല്ലം മുമ്പ് താടി വക്കൽ സുന്നത്താന്ന് പഠിപ്പിച്ചുകൊണ്ട് വെക്കണ്ട, അത് വരുന്നത് അങ്ങനെ വളർത്തിയതാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്കത് ഉൾക്കൊള്ളുന്നു. അൽഹംദുലില്ലാ.